നോക്കത്താ ദൂരത്തോളം നെൽവയലുകൾ, അതിനുമപ്പുറം ഉയരം കൂടിയ മലനിരകൾ, താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ജലാശയങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ പാർവതീപുരത്തിനു തൊട്ടുമുന്നേ ഇടത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇവ. പഴയ തിരുവിതാംകൂറിൻ്റെ നെല്ലറ, നമുക്ക് നഷ്ടമായ നാഞ്ചിനാട്. നാഞ്ചിൽ എന്നാൽ കലപ്പ. നാഞ്ചിനാട് എന്ന പദത്തിൻ്റെ അർത്ഥം കലപ്പകളുടെ നാട് എന്നാണ്. പഴയ തിരുവിതാംകൂറിലെ വലിയൊരു നെല്ലുൽപാദന കേന്ദ്രമായിരുന്ന ഇവിടം തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രപരമായി നാഞ്ചിനാട് എന്ന നാട്ടുരാജ്യം ചോളരാജ്യം, പാണ്ഡ്യരാജ്യം, വിജയനഗര രാജ്യം, ആർക്കാട്ട്, ചേരരാജ്യം, ആയിരാജ്യം, വേണാട്ടുരാജ്യം എന്നിവയുടെ ഭാഗമായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ നാഞ്ചിക്കുറവൻ എന്ന ഒരു ഭരണാധികാരി നാഞ്ചിനാട്ടിനെ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായും നിലനിർത്തിയിരുന്നു. അങ്ങനെ നാഞ്ചിക്കുറവൻ ഭരിച്ചിരുന്ന നാട് നാഞ്ചിനാട് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും പറയപ്പെടുന്നു. കൊനാങ്കി എന്ന നാഞ്ചിക്കുറവൻ നാഞ്ചിനാടിൻ്റെ രാജാവായതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കൊനാങ്കി എന്ന കുറവൻ തൻ്റെ 2 ഭാര്യമാരും 18കാരനായ മകനും ചേർന്ന് വേട്ടയാടിയും കുലത്തൊഴിലായ കുട്ടനെയ്ത്തും നടത്തി ഉപജീവനം കഴിച്ചു വരികയായിരുന്നു. അതിനായി പനനാരുകൾ തേടിയുള്ള അവരുടെ പതിവ് യാത്രക്കിടയിൽ ഒരിക്കൽ ഭൂതപ്പാണ്ടിയിലെ താടകമലയിലെ പനങ്കൂട്ടം കണ്ട് അവർ അവിടേക്ക് എത്തി. കൊനാങ്കി പനയിൽ കയറി കുട്ടകൾ നെയ്യാനുള്ള പനയോലകൾ വെട്ടിയെടുക്കാൻ തുടങ്ങി. ഒരു പനയുടെ തണ്ട് വെട്ടിയപ്പോൾ അയാളുടെ കയ്യിലെ ഇരുമ്പരിവാൾ സ്വർണമായി മാറുന്നത് അയാൾ കണ്ടു. ഇതിൽ അത്ഭുതപ്പെട്ടു പോയ അവർ 4 പേരും അതിൻ്റെ കാരണം തിരയുകയും അതിന് കാരണം സമീപമുള്ള ഒരു കിണറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ കിണറിൽ മുക്കിയെടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സ്വർണമായി മാറുമെന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെയൊരു കിണർ കണ്ട വിവരം അവർ രഹസ്യമാക്കി വയ്ക്കുകയും ആ സ്ഥലം തൻ്റെ അധീനതയിൽ സൂക്ഷിച്ച കൊനാങ്കി കൂടുതൽ സ്വർണമുണ്ടാക്കി സാമ്പത്തികമായി ഉയർന്ന നിലയിലായി ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു വീട് പണിയുകയും ചെയ്തു. ക്രമേണ കൊനാങ്കി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ തൻ്റെ അധീനതയിലാക്കുകയും ആ പ്രദേശത്തെ കുറവ രാജാവായി വാഴുകയും ചെയ്തു. ഒടുവിൽ 35 വർഷങ്ങളോളം നാഞ്ചിനാട് ഭരിച്ച കൊനാങ്കിയുടെ മരണശേഷം മകൻ ബൊമ്മയക്കുറവൻ അധികാരമേറ്റു. പിന്നീട് രാജകുടുംബത്തെ ഇല്ലാതാക്കി അധികാരം പിടിക്കാൻ അവസരം നോക്കിയിരുന്ന നാട്ടിലെ വെള്ളാള പ്രമാണിമാർ പെരിയ വീട്ടു മുതലിയാരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുകയും ഒരു ചതിയിലൂടെ അവർ ആ രാജവംശവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊനാങ്കിയുടെ പരമ്പര അവിടെ അവസാനിച്ചു. താമസിയാതെ പെരിയ വീട്ടു മുതലിയാർ അധികാരമേറ്റ് വർഷങ്ങളോളം നാഞ്ചിനാട് ഭരിക്കുകയും ഒടുവിൽ നാഞ്ചിനാട് വേണാടിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. നാഞ്ചിക്കുറവൻ്റെ കഥ തൽക്കാലം ഇവിടെ നിർത്തുന്നു. കള്ളിയങ്കാട് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് എരച്ചകുളം പോകുന്ന റോഡിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. കൊരമണി എന്നൊരു സ്ഥലമാണ് ഇത്. വയലുകൾക്ക് നടുവിലായി ഒരു വഴിയമ്പലം. വയൽ വരമ്പിലൂടെ ഞങ്ങൾ അവിടേക്ക് നടന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവനന്തപുരത്തിനും അതിർത്തി പ്രദേശമായിരുന്ന ആലുവാമൊഴിക്കും ഇടയിലായി 100 കണക്കിന് വഴിയമ്പലങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കാൽനടയായി എത്തുന്നവർക്ക് അല്പനേര വിശ്രമം മാത്രം ലക്ഷ്യം വച്ച് നിർമ്മിച്ചിട്ടുള്ള 4 വശങ്ങളും തുറന്ന ചെറിയ വഴിയമ്പലങ്ങളും അതുപോലെ രാത്രികാലത്ത് വിശ്രമിക്കുന്നതിനായി സുരക്ഷിതമായ മുറികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി രഹസ്യ അറകളുള്ള വഴിയമ്പലങ്ങളും അന്ന് രാജപാതയുടെ അരികിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചരക്കുകളുമായി എത്തിയിരുന്ന കാളവണ്ടി ഉടമകളായിരുന്നു വഴിയമ്പലങ്ങളിലെ അവസാന താമസക്കാർ എന്നാണ് പഴയ തലമുറയിലെ ആളുകൾ പറയുന്നത്. ഗതാഗത സൗകര്യങ്ങളും റോഡ് വികസനവും വഴിയമ്പലങ്ങളെ വിസ്മൃതിയിലാക്കി. തുടർന്ന് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളായി മാറിയ വഴിയമ്പലങ്ങളുടെ കല്ലുകൾ ചിലർ മോഷ്ടിച്ചു കടത്തുകയും സമീപത്തെ ഭൂ ഉടമകൾ ഭൂമി കയ്യേറി പല വഴിയമ്പലങ്ങളെയും സ്വകാര്യ വസ്തുവാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ പൈതൃക സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെടേണ്ടവ ആയിരുന്നു. ദേവ, ആവാരംപൂ അങ്ങനെ ചില തമിഴ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നും തിരികെ മുകളിലേക്ക് കയറി പ്രധാന റോഡിലെത്തി. അടുത്ത കവലയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോയി. ഇവിടെ വലതുവശത്തായി വലിയൊരു തടാകം ഉണ്ട്. എത്രയോ ആളുകളാണ് കുളിക്കാനും തുണികൾ കഴുകാനും കാലികളെ കുളിപ്പിക്കാനും ഒക്കെ ഇവിടെ ജലാശയങ്ങളെ ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ അവർ എത്ര നല്ല രീതിയിലാണ് ജലാശയങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. റോഡിലിപ്പോൾ ഒരുപാട് ട്രക്കുകൾ ഉണ്ട്. ഇടുങ്ങിയ റോഡരികിൽ നിറയെ വീടുകൾ, വാഹനങ്ങൾ വേഗത കുറച്ച് സഞ്ചരിക്കുന്നു. ഇവിടെ റോഡിനപ്പുറം വിശാലമായ നെൽവയലുകളാണ്.
വയലിലേക്ക് ഇറങ്ങിയാൽ ചെളിമണമുള്ള നല്ല തണുത്ത കാറ്റ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.